വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്ന ഹൽവയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഗൈസ്. അപ്പോൾ ആദ്യമൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അമ്മ പറയും ഗൈസ്. ആദ്യം റാഗിപ്പൊടി തേങ്ങയും കൂടി അടിച്ചിട്ട് വരട്ടെ, അതിനുശേഷം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ജസ്റ്റ് അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാവും. അപ്പം അരച്ചെടുക്കണം, കാണിച്ചു തരാം ഗൈസ്. അരിച്ചെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മ റവ ഇല്ല, നമ്മൾ അരിച്ച സംഭവമില്ല, റവയും തേങ്ങയും അല്ല ശരി, റാഗിയും തേങ്ങയും, സോറി ഗൈസ്. അപ്പൊ അത് അരച്ച് കുറച്ച് 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം ഗൈസ്, എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഗൈസ് നമ്മുടെ ശർക്കര പാനി ഉരുക്കി വെക്കണം ഗൈസ്. അത് 2-1.5 ശർക്കര എടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ ഉരുക്കിയെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് കശുവണ്ടിയും ബദാമും ആവശ്യമാണ് ഗൈസ്, അതും കൂടെ നമുക്ക് വേണം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ശർക്കര അരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന നേരത്തെ സാധനം അതും അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ റാഗിയും പിന്നെ തേങ്ങാപ്പാലും അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കശുവണ്ടി ബദാമും പിന്നെ നമ്മുടെ നെയ്യ് ഇതും വേണം ഗൈസ്. നമുക്ക് ചട്ടി ചൂടാവണം. ഇത് കുറച്ചു നേരം വഴറ്റേണ്ട ഒരു ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നെയ്യ് ഒഴിക്കുക. 1-2 സ്പൂൺ. അതെ, 1-2 സ്പൂൺ ഒഴിക്കുക ഗൈസ്. മമ്മി ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അരിച്ച സംഭവം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കുറച്ചു നേരം നിറച്ച് കൊടുക്കുക. ഗൈസ് കുറച്ച് കട്ട കൊടുത്തത് നല്ല ഒരു കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഗൈസ്, എന്നാലും സെറ്റ് ആവുള്ളൂ. അത് തയ്യാറായിട്ട് നമുക്ക് വീഡിയോയിൽ വീണ്ടും വരാം ഗൈസ്. അപ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര പാനി നമ്മൾ എത്രയാണോ ഒഴിച്ച് വെച്ചെന്നാൽ അത്രയും ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ. ഇങ്ങനെ കട്ടയൊക്കെ ഒരു ഒട്ടിച്ച് കൊടുക്കുക. നല്ലപോലെ വന്ന് വഴച്ച് കണ്ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം വഴച്ചെടുക്കാൻ. കുറച്ചും കൂടെ പാകമാവണം. ഗൈസ് അപ്പോൾ നമുക്ക് പാത്രത്തിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ ആവണേ ഉള്ളൂ. കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. വെള്ളമൊക്കെ കളയണം കേട്ടോ ഗൈസ്. കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. അത്യാവശ്യം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക ഗൈസ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചെടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു പാകമാവുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പാത്രം എടുത്തിട്ട് നല്ലപോലെ, എന്ത് പാത്രമായാലും കുഴപ്പമില്ല, ഹൽവയുടെ ഷേപ്പിലുള്ള പാത്രമായാലും കുഴപ്പമില്ല ഗൈസ്. നല്ലപോലെ ഒന്ന് നമ്മൾ മുഴുവൻ ആ ഒരു എല്ലാ പ്ലേറ്റും എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കുക. നല്ലപോലെ ഒന്ന് പുരട്ടി വെക്കുക, അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിച്ച പണിയാണ് ഗൈസ്. അതാണ് നമ്മൾ നെയ്യ് പുരട്ടി കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ കശുവണ്ടിയും ബദാമില്ലേ, അത് ചെറുതായിട്ട് പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചത് കുറച്ച് കൂടിപ്പോയി ഗൈസ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പൊടിച്ചാൽ മതി, ഇത്ര ഒന്നും പൊടിക്കണ്ട. അത്യാവശ്യം മീഡിയം പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഇതും പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മറ്റേത് ആവണേ ഉള്ളൂ ഗൈസ്. നല്ലപോലെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇളക്കിയിട്ട് ഈ ഒരു പാവം വരുമ്പോൾ നമുക്ക് ഈ ഒരു കശുവണ്ടി ബാക്കി വേണം കേട്ടോ ഗൈസ്. നമുക്ക് കുറച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതേ നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കാം. ഇങ്ങനെ വിട്ട് വരണം. ആ പാൻ എന്ത് പാത്രമായാലും വിട്ട് വരണം. ഓക്കെ ഗൈസ്. അപ്പോൾ നല്ലപോലെ നായി വരട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി എക്സ്ട്രാ 2-3 കശുവണ്ടി ബദാം വേണം, അതിൻ്റെ പൊക്കത്തിടാൻ വേണ്ടി നല്ല ഭംഗി കിട്ടാൻ. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കശുവണ്ടി എടുത്തിട്ട് നമ്മൾ 2ആക്കി
എടുക്കൂലേ അതേപോലെ വേണം, നല്ല നമുക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ ഗൈസ്, അതും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനടുത്ത് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 കശുവണ്ടിയും 3 ബദാമുമാണ് എടുക്കുന്നത്. 3 ബദാമുമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഗൈസ് കണ്ടു, ഗൈസ് കണ്ടു, ഗൈസ് എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ് കണ്ടു, ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഗൈസ് ഇപ്പോൾ കണ്ടോ, വിട്ട് വേണമല്ലോ നമുക്ക് ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഒന്ന് വിട്ട് വരണം. ഇപ്പോൾ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞത് കശുവണ്ടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് കണ്ടു, ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കണം. ബദാം ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത്, ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ കശുവണ്ടി നമ്മൾ ഇങ്ങനെയും കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തത് പിന്നെ പൊടിച്ചതും ബാക്കി വെക്കണം ഗൈസ്. അത് നമുക്ക് നല്ല ഡിസൈനായിട്ട് ഇടാനുള്ളതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഗൈസ്. അപ്പോൾ നമ്മൾ എണ്ണ പുരട്ടിയ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റാൻ പോവാണ്. ചൂടാണ് ഗൈസ്. എനിക്കിതൊന്ന് പരത്തി കൊടുക്കണം, നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കണം. എന്നാലും കാരണം ഇഷ്ടപ്പെട്ട ഷേപ്പിലുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ പാത്രത്തിൽ എടുക്കാം. ഇത് നമുക്ക് ആവിയിലൊന്നും വെക്കണ്ട, ജസ്റ്റ് ഫാനിൻ്റെ അവിടെ വെച്ചാൽ മതി.